ഞാൻ വി എസിനെ കാണുന്നത് ഒരു കൗതുകകരമായ അവസ്ഥയിലൂടെയാണ്. അതായത് മുല്ലപ്പെരിയാറിലെ അനധികൃത നിർമ്മാണം കേരളത്തെ ഇരുട്ടിലാക്കി എന്ന് പറഞ്ഞൊരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി കേരളകൗമുദിയിൽ അത് 1-ാം പേജിൽ അടിച്ചു വന്നു. മെയിൻ സ്റ്റോറിയാണ്. അന്ന് രാവിലെ, അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലമാണ്. അന്ന് രാവിലെ എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഫോൺ എടുത്തിട്ട് ഞാൻ വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാമല്ലോ, ഈ ചില വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മളെ കളിയാക്കാനൊക്കെ ആയിട്ട് ചിലർ വിളിക്കും. അങ്ങനെ ഇത് ആരോ കളിയാക്കാൻ വിളിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞാട്ടെ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ സംസാരത്തിലെ ആ പന്തിയില്ലായ്മ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം അവിടെ അപ്പുറത്ത് നിന്ന് ഒന്നുകൂടെ ഉറപ്പിച്ച് ഞാൻ വി എസ് അച്യുതാനന്ദൻ എന്ന് കടുപ്പിച്ചു പറഞ്ഞു. അപ്പോഴാണ് എനിക്ക്, കാരണം എനിക്കപ്പോൾ അന്ന് വി എസ് ഇട്ട് നേരിട്ട് അടുപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടിട്ടുണ്ട്, നിയമസഭയിലും പിന്നെ പൊതുയോഗങ്ങളിലുമൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നുള്ളതല്ല, നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് പരിചയമില്ല. അപ്പോൾ ആ ശബ്ദം കേട്ട ഇതിൽ ഞാൻ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സന്തോഷിന് കൻ്റോൺമെൻറ്റ് ഹൗസ് വരെ വരാൻ എത്ര സമയമെടുക്കും? ഇതൊരു 6:30 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞ അരമണിക്കൂർ. എന്നിട്ട് ഞാൻ ഉടൻ തന്നെ ഈ റിപ്പോർട്ട്, ഞാൻ പറഞ്ഞ മുല്ലപ്പെരിയാർ റിപ്പോർട്ട് വന്നത് കേരളകൗമുദിയിലാണ്. അന്നത്തെ കേരളകൗമുദിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന BC ജോജോയെ വിളിച്ചു. അപ്പോൾ BC ജോജോ പറഞ്ഞു, എൻ്റെ അടുത്ത് വി എസ് ഇപ്പോൾ വിളിച്ചിരുന്നു, വി എസ് സന്തോഷിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞു. ഞാനാണ് നമ്പർ കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ വി എസ് വിളിച്ചു. ഉടൻ ചെല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഉടൻ തന്നെ റെഡിയായി എൻ്റെ ബൈക്കിൽ അവിടെ ചെല്ലുകയാണ്. ബൈക്കിൽ ചെന്ന് കൻ്റോൺമെൻറ്റ് ഹൗസിൽ, അന്ന് പ്രതിപക്ഷ നേതാവാണ് വി എസ്, ബൈക്ക് ഒതുക്കി വയ്ക്കുമ്പോൾ അവിടെ നിന്ന് വി എസിൻ്റെ PA അന്ന് വിനോദ് ഓടിക്കൊണ്ട് വന്നിരുന്ന്, സന്തോഷേട്ടനല്ലേ? ഞാൻ പറഞ്ഞു അതെ. വി എസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉടൻ എന്നെ വി എസ് ഇരിക്കുന്ന ആ മുറിയിലേക്ക് കൊണ്ടുപോയി. വരൂ എന്ന് പറഞ്ഞ് ചിരിച്ച് സ്വാഗതം ചെയ്തു. വന്നിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ടിൽ ആ കേരളകൗമുദിയുടെ റിപ്പോർട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ കണ്ട കാര്യങ്ങളൊന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ വി എസിനോട് പറഞ്ഞു. വി എസ് ഒരു നോട്ടീസുണ്ട്, അതായത് ഒരു പേജ് അടിച്ച നോട്ടീസ്, ഒരു A4 സൈസിലുള്ള ഒരു പേജ് അടിച്ച നോട്ടീസ്, അത് 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഒന്നും അച്ചടിക്കാത്ത മറുപുറത്തിലാണ് ഇത് കുറിച്ചെടുക്കുന്നത്. ഇത് കുറിച്ച് ഞാൻ പറഞ്ഞത് വി എസ് ഇടയ്ക്ക് കുറിച്ചെടുക്കുന്നു. എല്ലാം ഞാനൊരു 10-20 മിനിറ്റ് എടുത്ത് അവിടെ കണ്ട കാഴ്ചകൾ മുഴുവൻ വി എസിനോട് വിശദീകരിച്ചു. ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് വി എസ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് വി എസ് എന്നോട് തിരിച്ചു പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് തന്നെയല്ലേ വി എസ് സന്തോഷ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ അതെ. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കുറിച്ചെടുത്തത് ഞാൻ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് വി എസ് അതേപടി എന്നോട് പറയുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം. അപ്പോൾ വളരെ ജൂനിയറായിട്ടുള്ള കേരളകൗമുദിയിലെ അക്കാലത്തെ ഏറ്റവും ജൂനിയറായ റിപ്പോർട്ടറാണ് ഞാൻ. അപ്പോൾ അത് എൻ്റെ ഒരു റിപ്പോർട്ടിനെ തുടർന്ന് അടിയന്തര പ്രമേയം എന്ന് കേട്ടതും ഞാൻ വല്ലാതെ ത്രിൽഡായി എന്നുള്ള വാക്ക് തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. ഞാൻ ഉടൻ തന്നെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് വെളിയിലിറങ്ങി വിനോദിനോട് തന്നെ ചോദിച്ചു, എനിക്കൊരു ഫോൺ വിളിക്കണം. അന്ന് അവിടെ നിന്ന്, കാരണം അവർക്കൊന്നും എന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ വിനോദ് പറഞ്ഞു, അതിനെന്താ, ഇവിടെ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് വിളിച്ച് ഞാൻ ജോജോയുടെ അടുത്ത് പറഞ്ഞു, ഇന്ന് അടിയന്തര പ്രമേയം മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ ആ സമയത്തൊന്ന് നിയമസഭയിൽ വന്നോട്ടെ. അന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം വരുന്ന ആ 0 ഓവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം സ്വദേശാഭിമാനി കേസരി അവാർഡ് ഏറ്റുവാങ്ങിയ KG പരമേശ്വരൻ നായർ സാറാണ്. അപ്പോൾ KG സാറാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്നും അന്ന് നിയമസഭയിൽ വളരെ അപൂർവമായേ പോകാൻ അവസരം കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഉള്ള രസം, KG സാറിനെ അവിടെയുള്ള അന്നത്തെ ഏറ്റവും പ്രമുഖരമായ 2 പത്രങ്ങളിലെ ലേഖകർ കളിയാക്കുകയാണ്. നിങ്ങൾ എന്തിടെ ഇന്ന് മെയിൻ സ്റ്റോറി ആയിട്ട് കൊടുത്തിരിക്കുന്നത് മുല്ലപ്പെരിയാർ, ഇതൊക്കെ ആർക്കാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുകയാണ്. അപ്പോൾ അവർക്കും എന്നെ വലിയ പരിചയമില്ല. ഞാനൊന്നും മിണ്ടാതെ KG സാറിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പോൾ KG സാറൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് സാറിന് എന്നോട്, സന്തോഷേ എന്താ ഇന്ന് വന്നത് എന്ന് ചോദിച്ചു. അവൻ ഇല്ല സാർ, ചുമ്മാ ഒന്ന് വന്നത്. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് വിളിച്ചു കേട്ടപ്പോൾ മറ്റവർക്ക് 2 പേർക്ക് മനസ്സിലായി ഇത് ഞാനാണത് എഴുതിയെന്ന്. പിന്നെ അവരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നിയമസഭ അപ്പോഴേക്കും 0 ഓവർ തുടങ്ങി. 0 ഓവർ തുടങ്ങി അപ്പോഴത്തേക്ക് സ്പീക്കർ, അന്ന് തേറമ്പിൽ രാമകൃഷ്ണനാണ്, സ്പീക്കർ അറിയിച്ചു, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിപക്ഷം നോട്ടീസ് നൽകിയ അടിയന്തര പ്രമേയം. അത് കേട്ടത് മറ്റ് 2 പേരുടെയും കളിയാക്കിയ വളരെ സീനിയറായിട്ടുള്ള ആ മാധ്യമപ്രവർത്തകരുടെ മുഖഭാവം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. യഥാർത്ഥത്തിൽ അന്ന് തുടങ്ങിയ ഒരു അടുപ്പം പിന്നീട്
ഒരു വളരെ ഒരു ആ കൻ്റോൺമെൻറ്റ് ഹൗസിലായാലും BS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിലായാലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനും BSനോട് എന്ത് കാര്യവും പറയാനുള്ള ഒരു അടുപ്പമായി വളർന്നു. പക്ഷേ ഒരു കാര്യമുള്ളത്, ആ അടുപ്പം വളർന്നപ്പോഴും BS എനിക്ക് വേണ്ടിയോ ഞാൻ BSന് വേണ്ടിയോ ഒരു വഴിവിട്ട ഒന്നും ചെയ്യാതിരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി തന്നെ, കാരണം നമ്മൾ മൂലം ആ വലിയ മനുഷ്യന് ഒന്നും പറ്റരുത് എന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് പാലിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം.